ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഒന്നുമല്ല, ഹസ്ബൻഡ് വണ്ടി കുട്ടിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിർത്തിയിട്ടിരുന്നു. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും ഐസും ബസ്സിന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ബസ് വരുവാണ്. ഞാൻ ഐസുവിനോട് ഇങ്ങനെ ഓരോന്ന് പറയാണ്. അപ്പോൾ സ്കൂട്ടിയാണ് കേട്ടോ എടുക്കാൻ പോണത്. അവിടുന്ന് അവരെ കൂട്ടുകാരൻ്റെ വണ്ടിയിൽ പോയിക്കണം. അപ്പോൾ വണ്ടിയോടെ ഒന്ന് പോയി എടുത്തുകൊണ്ടിരുന്നു പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് നേരെ നമ്മളെ പഠിക്കുന്ന നേരെ കുട്ടിപ്പാറക്ക് ബസ്സുണ്ട് കേട്ടോ. വണ്ടൂർ പോയിട്ട് അങ്ങനെ പോണ ബസ്സാണ്. അപ്പോൾ അതിന് പോകാൻ നിൽക്കട്ടെ, ബസ് വരാനായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വണ്ടൂർ സ്റ്റാൻഡിൽ നിന്ന് അങ്ങനെ പോവാണ് കേട്ടോ. ബസ് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് മുന്നിൽ ഇരുന്നിട്ടില്ലെങ്കിൽ ഛർദ്ദിക്കാൻ വരും. അപ്പോൾ മുമ്പിലിരിക്കുകയാണ് കേട്ടോ. ഞാൻ ബാക്കിലായിരുന്നു ഇരുന്നത്, പിന്നെ മുമ്പൊക്കെ വന്നതാണ്. കാരണം എനിക്ക് ഛർദ്ദിക്കാൻ വരും അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഐസോട് ഉറങ്ങി ചെയ്തു ബസ്സിൽ നിന്ന്. ഓൾ ഉറങ്ങിയാൽ തന്നെ പിന്നെ നമുക്ക് ഗതികേടാണ്. കാരണം ചെറിയതും അല്ല, ഓൾ വലിയ കുട്ടിയല്ല, ചെറിയ കുട്ടിയല്ല, ഇവിടെ 4.5 വയസ്സായ കുട്ടിയല്ലേ. അപ്പം എടുക്കാനൊക്കെ ഒരു ഗതികേട് തന്നെയാണ്. ഏതായാലും വണ്ടൂരങ്ങാടി കഴിഞ്ഞ് ഇങ്ങനെ ചെറുകോട് റോട്ടിന് പോവുകയാണ്. നല്ല റോഡാണ് കേട്ടോ. ചെറുകോട് വഴി മഞ്ചേരിക്ക് പോകുമ്പോഴേ നല്ല റോഡാണ്. അപ്പോൾ അങ്ങനെ പോയിട്ട് പിന്നെ അവിടെ എത്തിയിട്ട് പിന്നെ വണ്ടി എടുത്തത് പിന്നെ നേരെ പെരീക്ക് വന്നിക്കുകയാണ്. പെരീക്ക് വന്നിട്ട് പിന്നെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ. ഇന്നലെയാണെങ്കിൽ അനിയനും വന്നിന്, അവന് PSC പരീക്ഷയ്ക്ക് ഇന്ന് രാവിലെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ചിക്കനൊക്കെ വാങ്ങിപ്പോകുന്നു കേട്ടോ. ചിക്കൻ വാങ്ങുന്ന സമയത്ത് അവിടെ കുറേ കോഴിൻ്റെ കാല് കണ്ടപ്പോൾ ഞാൻ ഇതുവരെ കോഴിൻ്റെ കാല് ഒറ്റയ്ക്ക് ഉണ്ടാക്കി തിന്നിട്ടൊന്നുമില്ല. ഈ സ്കൂളുണ്ടല്ലേ, ഇതാണ് കേട്ടോ പിന്നെ ചാരങ്കാവ് സ്കൂളിൻ്റെ ഹസ്ബൻഡ് പഠിച്ച സ്കൂളാണ്. പിന്നെ അതിൻ്റെ അടുത്തൊരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഐസ് ഇങ്ങോട്ട് വന്നപ്പോൾ വണ്ടി വന്ന് ഉറങ്ങിയപ്പോഴേ ഈ കടയിൽ കയറിയിട്ട് കടി വാങ്ങിയിട്ടില്ല കേട്ടോ, കടി വാങ്ങിയിട്ടുള്ളൂ. പിന്നെ അതാ വീട്ടിലെത്തിയിട്ട് ബിരിയാണിക്കുള്ള വെള്ളമൊക്കെ തിളക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അരി ഇടുക കേട്ടോ. അപ്പോൾ അരി ഒന്ന് കഴുകി ഇടട്ടെ. പിന്നെ ബിരിയാണി വെക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്, കുറച്ച് സമയം എടുക്കുമല്ലോ. അതുകൊണ്ട് മന്തി അങ്ങനെയല്ല, മന്തി എളുപ്പമുണ്ട് കേട്ടോ, ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ 3-4 ആൾക്കല്ലേ, അപ്പോൾ കുറച്ച് ചോറ് മതിയല്ലോ. അപ്പോൾ വെള്ളം തിളച്ചപ്പോൾ അതിക്ക് ഉപ്പ് ലേശം ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ. എനിക്ക് കറാമ്പൂവും കറുകപ്പട്ടി അതേപോലെ തന്നെ ഏലക്കായൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. മന്തിക്കൊക്കെ ഇങ്ങനെ ഇടല്ലേ, ചിലർ ബിരിയാണിയൊക്കെ വെക്കുമ്പോഴും ഇങ്ങനെ ഇടും കേട്ടോ. ഞാൻ അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഇവിടെ ഉണ്ടതിന് സാധനം അപ്പം ഇട്ടിക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴുകിയ അരി ഒക്കെ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഇനി വേകട്ടെ. അപ്പോൾ ഇതാകണ ചോറൊക്കെ നല്ലോണം വെന്ത് റെഡിയായി ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ വാങ്ങിയപ്പോൾ കോഴിൻ്റെ കാല് വാങ്ങിയിരുന്നു കേട്ടോ. അവിടുത്തെ കുട്ടി വെട്ടിയൊക്കെ റെഡിയാക്കി എനിക്ക് തന്നത്. എനിക്ക് മടിയൊക്കെ ഉണ്ടായിരുന്നു ചോദിക്കാൻ, ആരെങ്കിലും കൊണ്ടുപോലുണ്ടോ ഇല്ലേ നമുക്കറിയില്ലല്ലോ. അപ്പോൾ കുട്ടി പറഞ്ഞു എല്ലാവരും കൊണ്ടുപോലുണ്ട് താത്ത, അത് നല്ല സാധനമല്ലേ, കൊണ്ടുപോയിക്കോളി പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് നല്ലോണം കഴുകി പിന്നെ ചൂടുവെള്ളത്തിലൊന്ന് ഇട്ടെടുത്തിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് മസാലയൊക്കെ തേച്ച് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, കാരണം അപ്പോൾ ഇനി വീഡിയോ ലെങ്ത്താവില്ലേ വിചാരിച്ചിട്ട് കുറച്ചൊക്കെ അവിടെ ഇവിടെ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. ബിരിയാണി വെക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഇതും റെഡിയാക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ നല്ലോണം പണിയൊക്കെ ഒരുക്കും കേട്ടോ. ചില ദിവസം ഫോണുമ്മ കളിച്ച് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇത് ഇന്നലെ രാത്രിക്കത്തെ ഇതാണ് കേട്ടോ. ഇന്ന് രാവിലത്തത് ഇൻഷാ അല്ലാഹ് നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഐസിനെ കൊണ്ടേക്കണോ ഇതാക്കണമൊക്കെ നമ്മളിന്ന് ഇടും കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം എപ്പോഴേലൊക്കെ ഇടും, അല്ലെങ്കിൽ നാളെ എപ്പോഴേലൊക്കെ ഇടുന്നുണ്ട്. എന്നും വീഡിയോ ആണല്ലോ അല്ലേ. അപ്പോൾ ഇതൊക്കെ നല്ലോണം ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടങ്ങളെല്ലാവരും എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ ബിരിയാണി ഇന്നലെ കാണിക്കാൻ മറന്നു, ഇന്ന് രാവിലെയാണ് ഇപ്പോൾ ഇത് കാണിച്ചു തരുന്നത് കേട്ടോ. പിന്നെ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് നാളെ പുതിയൊരു വീഡിയോ വീണ്ടും വരും കേട്ടോ. അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.